ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപമാകുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം. കഴിഞ്ഞ തവണ നേടിയതുപോലെയുള്ള ഒരു വലിയ വിജയം UDF-ന് ഇക്കുറി സാധ്യമാകില്ല. അതിന് പല കാരണങ്ങളുണ്ട്. രാഷ്ട്രീയ കാരണങ്ങൾ ഒരു വശത്തുണ്ട്, സ്ഥാനാർത്ഥികളുടെ മികവ് മറ്റൊരു വശത്തുണ്ട്. സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ വട്ടവും മികച്ചത് തന്നെയായിരുന്നു ഇടതുപക്ഷത്തിന്. പക്ഷേ അന്നുണ്ടായിരുന്ന പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അതായത് BJP-യെ തോൽപ്പിക്കണമെങ്കിൽ കോൺഗ്രസ്സിന് മാത്രമേ സാധിക്കൂ, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്നുള്ള പ്രചരണം, ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിനെതിരെ ഉയർന്നിരുന്ന വലിയ ആക്ഷേപങ്ങൾ, അപ്പോൾ ഇതൊക്കെ UDF-ന് അനുകൂലമായ ഘടകങ്ങളായി മാറുകയായിരുന്നു. പക്ഷേ ഇക്കുറി അങ്ങനെയല്ല രാഷ്ട്രീയ സാഹചര്യം. BJP-യെ നേരിടുന്നതിൽ കോൺഗ്രസും CPM-ഉം CPI-യും ഒക്കെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട് എന്നുള്ള പൊതുബോധ്യത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളും എത്തിക്കഴിഞ്ഞു. അതായത് അതൊരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയുടെ ഭാഗമായി ഇടതുപക്ഷ നേതാക്കന്മാർ ഡൽഹിയിലെത്തിയാലും അത് BJP-ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് കരുത്തു പകരുകയേ ഉള്ളൂ എന്നുള്ള പൊതുബോധം ഉണ്ടാക്കിയെടുക്കാൻ ഇതിനകം തന്നെ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള നിലപാട് CPM അതിശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് ഊട്ടി ഉറപ്പിക്കുന്ന വിധത്തിലാണ് യഥാർത്ഥത്തിൽ ഈ സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയാക്കിയിരിക്കുന്നത്. കൃത്യമായൊരു സന്ദേശമാണ് ഈ മുതിർന്ന നേതാക്കളെ, മന്ത്രിമാരടക്കമുള്ള MLA-മാരടക്കമുള്ള നേതാക്കന്മാരെ ഈ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കുന്നതിലൂടെ CPM നൽകുന്നത്. അതാണ് നാം കാണേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ ലാഘവത്തോടെ അല്ല കാണുന്നത് എന്ന്. ദേശീയ തലത്തിൽ BJP-ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കേരളത്തിലെ സർവസമ്മതരായ നേതാക്കന്മാരെ ഞങ്ങൾ അണിനിരത്തുന്നത് ആ പോരാട്ടം അതിശക്തമായി തുടരുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ്. നേരത്തെ തന്നെ MP ആയിരുന്ന വിജയരാഘവൻ, അദ്ദേഹം ദേശീയ തലത്തിൽ BJP-ക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളിൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ളയാളാണ്. എളവരം കരീം, തോമസ് ഐസക്കിനെ പോലെ അതിശക്തമായി കേന്ദ്രത്തിൻ്റെ നിലപാടുകൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നവരാണ്. KK ശൈലജ ടീച്ചറെ പോലെ വളരെ മുതിർന്നവരാണ്. K രാധാകൃഷ്ണനെ പോലുള്ള ഒരു മന്ത്രി, 3 ജില്ലാ സെക്രട്ടറിമാർ, ആറ്റിങ്ങലിൽ V ജോയി, കണ്ണൂരിൽ MV ജയരാജൻ, കാസർഗോഡ് MV ബാലകൃഷ്ണൻ. പിന്നെ CPM ഇപ്പോൾ അവതരിപ്പിക്കുന്ന പുതുമുഖങ്ങൾ, അവരൊന്നും വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നവരല്ലെങ്കിൽ പോലും സമതുലിതമായ ഒരു സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുകയും ആ സ്ഥാനാർത്ഥി പട്ടികയിൽ അവതരിപ്പിക്കുന്ന ആളുകളുടെ മികവ് കൊണ്ട് ഇവരൊക്കെ ഡൽഹിയിലെത്തിയാൽ കേരളത്തിന് വേണ്ടി BJP-ക്കെതിരായ പോരാട്ടത്തിൽ അണിനിരക്കാൻ പ്രാപ്തിയുള്ളവരാണ് എന്നുള്ള സന്ദേശവും കൈമാറുമ്പോൾ മറുവശത്ത് ജനങ്ങൾക്ക് സ്വാഭാവികമായി ചിന്തിക്കാനുള്ള അവസരമുണ്ടാവുകയാണ്. കഴിഞ്ഞ തവണ തെരഞ്ഞെടുത്ത് അയച്ച UDF-ന്റെ MP-മാരിൽ എത്ര പേർ ഇത്തരത്തിൽ അതിശക്തമായി BJP-ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ നിർണായക കണ്ണികളായി മാറി എന്നുള്ള ചോദ്യം. ഇപ്പോൾ CPM-ന്റെ രാജ്യസഭാംഗമായ ജോൺ ബ്രിട്ടാസ് നടത്തിയതുപോലെ ഉശിരൻ പ്രസംഗങ്ങൾ നടത്താൻ പോലും ഈ പോയ MP-മാരിൽ എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള ചോദ്യമുണ്ട്. ജോൺ ബ്രിട്ടാസിൻ്റെ പല പ്രസംഗങ്ങളും ദേശീയ തലത്തിൽ പോലും വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു, കേരളത്തിൽ മാത്രമല്ല. അപ്പോൾ അത്തരത്തിൽ BJP-ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിച്ചിട്ടില്ല എന്നുള്ള സന്ദേശം കൈമാറാൻ CPM-ന്റെ ജനപ്രതിനിധികൾക്ക് സാധിക്കുമ്പോൾ മുതിർന്ന നേതാക്കളെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കുന്നതിലൂടെ CPM ലക്ഷ്യമിടുന്നതും ആ പോരാട്ടത്തിൽ ഒരു പടി ഞങ്ങൾ കോൺഗ്രസിൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പഴയ മുഖങ്ങളെ തന്നെ കോൺഗ്രസ് അവതരിപ്പിക്കുന്നു. അങ്ങനെ കോൺഗ്രസ് അവതരിപ്പിക്കുമ്പോൾ ആ പഴയ മുഖങ്ങൾ എന്തു ചെയ്തു എന്നുള്ള ചോദ്യം പ്രസക്തമാകും. കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നവർ ഇതാ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് CPM ഉറപ്പിച്ച് പറയുന്നു. അത് രാഷ്ട്രീയമായി വലിയ ഗുണം ഇടതുപക്ഷത്തിന് ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ സർക്കാരിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ വിമർശനങ്ങളൊക്കെ വെച്ചുകൊണ്ട് സർക്കാരിനെതിരെ ഭയങ്കരമായ തിരിച്ചടി ഉണ്ടാകും എന്നൊന്നും കരുതുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല നമ്മുടെ മുന്നിലുള്ളത്. ഈ മാധ്യമങ്ങളിൽ കൂടി നടക്കുന്ന പ്രചരണങ്ങൾ കൊണ്ട് മാത്രം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ മറികടക്കാം എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊരു മൗഢ്യമാകും. അതുകൊണ്ട് തന്നെയാണ് ഉറപ്പിച്ച് പറയുന്നത്, കഴിഞ്ഞ തവണത്തേതുപോലുള്ള ഒരു മിന്നും ജയം UDF-ന് സാധ്യമാകില്ല തന്നെ. ഇപ്പോൾ കാസർഗോഡ് തന്നെ MV ബാലകൃഷ്ണൻ ഒരു മികച്ച സ്ഥാനാർത്ഥിയാണ്. CPM-ന് ഇപ്പോൾ അവിടെ അവതരിപ്പിക്കാൻ കഴിയുന്ന മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് അദ്ദേഹം. കണ്ണൂരിൽ MV ജയരാജനെ പോലെ രാഷ്ട്രീയമായി ഏറ്റവും വലിയ ഫൈറ്റ് കൊടുക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നു. വടകരയിൽ KK ശൈലജ ടീച്ചറെ പോലുള്ളൊരു സ്ഥാനാർത്ഥി വരുന്നു. K രാധാകൃഷ്ണനെ പോലുള്ള ഒരാൾ ആലത്തൂരിലേക്ക് വരുമ്പോൾ ആലത്തൂരിലെ CPM-ന്റെ സ്വാധീനം തിരികെ പിടിക്കാനാകുമെന്നവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ആലത്തൂർ എന്ന് പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും ഒക്കെ ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈ നൽകിയ സ്ഥലമാണ്. കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ രമ്യ ഹരിദാസിന് അനുകൂലമായി.
പക്ഷേ അത് നിലനിർത്താൻ സാധിക്കില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ നമ്മൾ പല വീഡിയോകളിലും സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ രാധാകൃഷ്ണനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ അത് വലിയ തോതിൽ CPM-ന് ഗുണകരമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പാലക്കാട് കഴിഞ്ഞ തവണ നേരിയ വ്യത്യാസത്തിൽ ശ്രീകണ്ഠൻ ജയിച്ചയിടത്ത് വിജയരാഘവനെ പോലെ പാലക്കാടിനെ നന്നായി അറിയാവുന്ന, എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും കൈവെള്ളയിൽ അമ്മാനമാടുന്ന ഒരാൾ അവിടേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായി അതും മാറ്റമുണ്ടാക്കും. ഇനി പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ തോമസ് ഐസക്കിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി, ആന്റണി ഒരിക്കൽ കൂടി അവിടെ മത്സരിക്കുന്നതിനെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ വികാരമുയർന്നു. മുൻ DCC പ്രസിഡന്റ് അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസമാണ് CPM-ൽ ചേർന്നത്. അപ്പോൾ ആന്റണി തന്നെ എനിക്കിവിടെ നിന്ന് എവിടേക്കെങ്കിലും മാറി മത്സരിച്ചാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം അത് പരസ്യമായി പോലും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ തോമസ് ഐസക്കിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ എത്തുമ്പോൾ അവിടെയും ചിത്രം മാറും. ആറ്റിങ്ങൽ അടൂർ പ്രകാശ് കഴിഞ്ഞ തവണ വന്ന് അവിടെ നേട്ടമുണ്ടാക്കിയെങ്കിൽ പോലും ജോയിയെ പോലെ ആറ്റിങ്ങൽ മണ്ഡലത്തിന് സുപരിചിതനായ ഒരാൾ അവിടെ ഈ ജാതിമത സമവാക്യങ്ങളൊക്കെയും അനുയോജ്യമായ വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരാൾ അവിടെ വരുമ്പോൾ അവിടെയും വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ഇതെല്ലായിടത്തും CPM അങ്ങ് ജയിക്കാൻ പോകുന്നു എന്നല്ല പറയുന്നത്. കൃത്യമായ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ സാധിക്കും. ഇപ്പോൾ മലപ്പുറത്ത് വസീഫ് മത്സരിക്കുന്നതോ, പൊന്നാനിയിൽ ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ട് KS ഹംസ മത്സരിക്കുന്നതോ, എറണാകുളത്ത് ഷൈൻ ടീച്ചർ മത്സരിക്കുന്നതോ അതൊക്കെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് എന്ന് എന്തായാലും കരുതുന്നില്ല. അവിടെയൊന്നും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ തൽക്കാലം സാധിക്കുകയുമില്ല. മുൻ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥ് മത്സരിക്കുന്ന ചാലക്കുടിയിലും, നേരത്തെ നമ്മൾ പറഞ്ഞ ആലത്തൂരിലും പാലക്കാടും വടകരയിലും കണ്ണൂരിലും കാസർഗോട്ടും ആറ്റിങ്ങലിലും പത്തനംതിട്ടയിലുമൊക്കെ വലിയ മാറ്റങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കൊല്ലത്ത് മുകേഷ് മത്സരിക്കുന്നത് കൊണ്ട് ഒരു വലിയ മാറ്റമുണ്ടാകാനും അവിടെ CPM ജയിക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു പ്രതീതിയൊന്നുമില്ല. പക്ഷേ ബാക്കിയുള്ള ഇടങ്ങളിൽ, നമ്മൾ ഈ സൂചിപ്പിച്ച ഇടങ്ങളിൽ കൃത്യമായി അതിശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടം കാഴ്ചവെക്കാനും CPM-ന് സ്വാധീനമുള്ള ആ മണ്ഡലങ്ങളിൽ ആ മണ്ഡലം തിരിച്ചു പിടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് മാറാനും സാധിക്കും. അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഈ കോൺഗ്രസ്സിന് മാത്രമേ BJPയെ എതിരിടാൻ കഴിയൂ എന്നുള്ള ചിന്തയൊക്കെ മാറി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ, രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് വിചാരിച്ചാൽ പ്രധാനമന്ത്രിയാകില്ല എന്നുള്ള ചിന്തയുള്ള ഘട്ടത്തിൽ സ്വാഭാവികമായി തന്നെ ഈ മികച്ച സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം അത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. BJP-ക്കാരാ, നിങ്ങൾ എന്ത് കോപ്പാണോ ഇന്ത്യയിൽ ഉണ്ടാക്കിയത്? എന്താ ഉണ്ടാക്കിയത്? ആരാണോ രാമായണം എഴുതിയത്? നരേന്ദ്രമോദിയാ? നിങ്ങളെ ശശികലയാ? ശോഭാ സുരേന്ദ്രനാ? ഇപ്പോഴത്തെ പ്രസിഡന്റാ? എഴുതിയത് ദളിതനാണോ പുലയനാ? ആരാ മഹാഭാരതം എഴുതിയത്? അമൃത്ഷായ? ദളിതനാണ്, പറയേണ്ട മകനാ. നാം പോരാടി നേടിയ സ്വതന്ത്ര ഇന്ത്യ ഒരു കോപ്പനും നമ്മൾ കീഴക്കൂല എന്ന് പറയണം. ഒരു അധികാരി വർഗത്തിനും നമ്മൾ കീഴങ്ങൂല എന്ന് പറയണം. അൽ ഷഹീദ് ഇന്നക്കൽ മൗത്ത്. രാമന്റെ ഹിന്ദു അല്ല, ഇപ്പൊ ശ്രീരാമന്റെ ഹിന്ദു അല്ല. ശ്രീരാമൻ ജനഹിതമനുസരിച്ച് രാജ്യം ഭരിച്ച രാജാവാ. നരേന്ദ്രമോദിയോ ജനഹിതമനുസരിക്കാതെ ഭരിക്കുന്ന ആളാ. വ്യത്യാസമുണ്ട്. എന്താ രാമൻ ജനഹിതമനുസരിച്ച് രാജ്യം ഭരിച്ചത്? ഒരു വണ്ണാൻ പറഞ്ഞതാ, നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട്. അപ്പോഴാണ് അഗ്നിവിശുദ്ധി വരുത്തിയത്. പെറ്റിട്ട് മുലപ്പാലൂട്ടാത്ത അമ്മയുടെ കണ്ണീര് കണ്ടപ്പോ ശിരസ് കുനിഞ്ഞ് അച്ഛന്റെ ശിരസ് ഉയർത്തിപ്പിടിക്കാൻ അധികാരം വിട്ട് കാട്ടിലേക്ക് പോയ രാമൻ ഒരു രാജ്യത്തിലെ ജനങ്ങളെ കൊല്ലാൻ വേണ്ടി ആഹ്വാനം ചെയ്യില്ല. പക്ഷേ ഇവർ അതല്ല.